ബൈബിളിലെ ഉൽപ്പത്തി കണക്കുകളെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇസ്ലാമിക, യഹൂദ, ക്രിസ്തുമത പ്രകാരം ഈ ദുനിയ ദൈവമുണ്ടാക്കിയത് ഇന്നേക്ക് 5872 വർഷങ്ങൾക്ക് മുമ്പ് ആണ്. ഈ വിക്കിപീഡിയയിലൊക്കെ പറയുന്നത് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ്. കൃത്യമായിട്ട് വയസ്സ് പറയുന്നില്ല. ഇത് ഞാൻ ആദം മുതൽ യേശു വരെയുള്ളവരുടെ കണക്കുകൾ കൂട്ടിയിട്ടാണ് ഇത് ഞാൻ കണക്കാക്കിയത്. മതസാഹിത്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇസ്ലാം മതത്തിൽ 1500 വർഷ പഴക്കം കഷ്ടിച്ച്, ക്രിസ്തു മതത്തിന് 2000 വർഷം ഉള്ളൂ. ഇവിടെ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ആദം മുതൽ ഉള്ളവരുടെ വയസ്സുകൾ പറയുന്നുണ്ട്. ആദം 130 വയസ്സിൽ സേത്തിനെ ജനിപ്പിച്ചു. നേരത്തെ 2 മക്കളുണ്ടായ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. കായേനും ആബേലും. കായൻ ആബേലിനെ എറിഞ്ഞു വന്നു. കായൻ ചെന്ന് പിന്നെ നോദ് ദേശത്ത് നിന്ന് കല്യാണം കഴിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോദ് ദേശമുണ്ടോ, അവിടെ കല്യാണം കഴിക്കാനുള്ള പ്രായമുള്ള കുട്ടികൾ എങ്ങനെയുണ്ടായി, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമത് ഒരു മകൻ ഉണ്ടായതാണ് സേത്ത്. സേത്തിൻ്റെ പരമ്പരയാണ് പിന്നീട് ഇന്ന് മനുഷ്യവംശം എന്നാണ് പറയുന്നത്. ഇവരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ നമ്മളെല്ലാം യഹൂദന്മാരാണ്, ഇസ്രയേലുകളാണ് എന്ന് വേണം പറയാൻ. 5872 അല്ലെങ്കിൽ 6000 വർഷം മുമ്പ് ദൈവം ഭൂമി ഉണ്ടാക്കി. അവിടുന്ന് മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി, ആദത്തിനെ ഉണ്ടാക്കി. ആദത്തിന് തന്നെയുള്ള അതുകൊണ്ട് ആദത്തിനെ രസിപ്പിക്കാൻ വേണ്ടി ആദത്തിൻ്റെ പുറകിൽ കിടന്നപ്പോൾ ആദത്തിൻ്റെ ഒരു വാരിയിലെടുത്തിട്ട് സ്ത്രീയെ ഉണ്ടാക്കി. കഥകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ മകൻ, ആദത്തിൻ്റെ മൂന്നാമത്തെ മകനാണ്. അത് 130 വയസ്സിലാണ് സേത്ത് ജനിക്കുന്നത്. ആദം 931 വർഷം ജീവിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ സേത്തിന് 105 വയസ്സിൽ ഏനോഷ് ജനിച്ചു. ഏനോഷ് 912 വർഷം ജീവിച്ചു. ഏനോഷിന് 90 വയസ്സിൽ കെയ്നാൻ ജനിച്ചു. കെയ്നാന് 905 വർഷം ജീവിച്ചു. കെയ്നാന് 70 വയസ്സിൽ മഹലാലേൽ എന്ന മകൻ ജനിച്ചു. അയാളെ കെയ്നാൻ 910 വർഷം ജീവിച്ചു. ജീവിച്ച കാര്യം ഇനി പറയുന്നില്ല. അവരുടെ വയസ്സ് അടുത്ത തലമുറ ജനിക്കുന്ന കാലഘട്ടം മാത്രമാണ് പറയുന്നത്. കെയ്നാൻ 70 വയസ്സിൽ മഹലാലിന് 65 വയസ്സിൽ യാരദിന് 162 വയസ്സിൽ ഹാനോക്കിന് 65 വയസ്സിൽ മെത്തുശലഹിന് 187 വയസ്സിൽ ലാമക്കിന് 182 വയസ്സിൽ നോഹയ്ക്ക് മക്കളുണ്ടാകുന്ന 500 ശേഷമാണ്. 2-3 മക്കളുണ്ട്. പിന്നെ ഷേമിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നോഹയ്ക്ക് 500 ശേഷം ഷേമുണ്ടായി. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദുണ്ടായി. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ഷേലാഖ് ഉണ്ടായി. ഷേലാഖിന് 30 വയസ്സായപ്പോൾ ഏബർ ഉണ്ടായി. ഏബറിന് 34 വയസ്സായപ്പോൾ പെലഹ് ഉണ്ടായി. പെലഹിന് 30 വയസ്സായപ്പോൾ റെവു ഉണ്ടായി. റെവുവിന് 32 വയസ്സായപ്പോൾ സെതു ഉണ്ടായി. സെതുഹിന് 30 വയസ്സായപ്പോൾ നാഹോർ ഉണ്ടായി. നാഹോറിന് 29 വയസ്സാൽ തേരാഹ് ഉണ്ടായി. തേരാഹിന് 70 വയസ്സിന് ശേഷം അബ്രഹാം എന്ന മകൻ ജനിച്ചു. അബ്രഹാം 209 വർഷമാണ് ജീവിച്ചത്. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ ഇസഹാക്ക് ജനിച്ചു. ഇങ്ങനെ ഇത് കണക്കൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ 1846 വയസ്സ് വരും. ലൂക്ക 3:23 മുതൽ ആദം മുതൽ യേശു വരെ 75 തലമുറകൾ. 75 യേശുവാണ്. 74 ജോസഫ്, 73 ഹേരി, 72 മത്താത്ത, 71 ലേവി, 70 മെൽക്കി, 69 യാന്നി, 68 ജോസഫ്. പിന്നോട്ട് പോവുകയാണ്. നമ്മൾ BC കണക്കാക്കുന്ന പോലെ ജോസഫ്, 67 മത്താത്തി, 66 ആമോസ്, 65 നാവു, 64 എന്നെങ്കിൽ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ എവിടെ വരെ പോകുന്നു? ആദം വരെ. ആദം വരെ അങ്ങനെ പോകുന്നു. എബ്രഹാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് BC 1900 എബ്രഹാം ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്.
അത് KCBC ബൈബിളിലെ ഉള്ള കാര്യമാണ്. ഒരു 10-30 വർഷം പഴക്കമുള്ള ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ വലിയ പിന്നെ 930 പേജ് തന്നെ പഴയ നിയമമുണ്ട്. 300 ചില്ലാനും പേജുകൾ പുതിയ നിയമമുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായും 5872 അതിന് 6000 വർഷം താഴെ മാത്രമേ ഈ ഭൂമി ഉണ്ടായിട്ട് മനുഷ്യൻ എന്ന വംശം ഉണ്ടായിട്ട് ഉള്ളൂ. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 50,000 വർഷം പഴക്കമുള്ള തലയോട്ടി തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പഴയ നിയമത്തിലെ ഉൽപ്പത്തി അധ്യായം 5-ലെ 1 മുതൽ 32 വരെയുള്ള കണക്ക് 130-ാമത്തെ വയസ്സിൽ സേത്ത് ജനിച്ചു. ഇത് ഞാൻ ഇതിനകം പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും നമ്മൾ പറയുമ്പോഴേ ഇന്ന് അവർ തന്നെ പറയുന്നു ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നു. ബൈബിൾ മുഴുവൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ്, അതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണെന്ന് ഉച്ചൈസ്വരം കൂടിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അങ്ങനെ ഈ കണക്കുകളൊക്കെ തെറ്റാണെന്ന് അവർ തന്നെ പറയുകയാണെങ്കിൽ ബൈബിൾ മുഴുവൻ സമ്പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് പറയണ്ടേ? ബൈബിൾ ഇതുപോലൊരു മണ്ടൻ പുസ്തകം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു സമയത്ത് ദൈവം നിശ്ചയപ്പെടുത്തി 120 വയസ്സ് മനുഷ്യനെ നിജപ്പെടുത്തി. അതിനുശേഷം 150-ഉം 80-ഉം അതിന് ശേഷം ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം 180-ഉം 300-ഉം 400-ഉം വർഷം ജീവിച്ചിരുന്നതായിട്ട് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥകൾ പറയുമ്പോൾ അങ്ങനെ ബൈബിൾ മുഴുവൻ തെറ്റാണെന്ന് ബൈബിൾ തന്നെ തെളിയിക്കുമ്പോൾ മറിയയുടെ ഗർഭം എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഗർഭമാകുന്നത്? എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. മറിയയെക്കുറിച്ച് പറഞ്ഞു തന്നത്, മറിയ സെക്കറിയ എന്ന യഹൂദ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത് 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവിടെ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നു എന്നതാണ്. അതായത് മറിയയുടെ യഥാർത്ഥ ജോലി എന്തായിരുന്നു? അടിച്ചുകളി. സെക്രിയയുടെ ഭവനത്തിൽ അടിച്ചുകളി അതുപോലെ വേറെ വീട്ടിലുണ്ടായിരിക്കാം. ആ സമയത്താണ് മറിയയും ഗർഭിണിയാകുന്നത്. എലിസബത്തിൻ്റെ മകൻ്റെ പേരാണ് യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആ മകനാണ്. ഇവർ തമ്മിൽ ഏതാണ്ട് 3 മാസം 4 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ സ്നാപക യോഹന്നാൻ യേശുവിനുമായിട്ട് എപ്പോഴും റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കാൻ ഈ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കാല് കഴുകാൻ യോഗ്യനല്ല എന്ന് യേശുവിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതുപോലെ അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ദൈവം ഒരു സ്ത്രീയിൽ, വിവാഹിതയായ ഒരു സ്ത്രീയിൽ ഗർഭമുണ്ടാക്കി. അതൊരു അഭിഹിത ഗർഭമല്ലേ? എത്ര പറഞ്ഞാലും നമുക്ക് ഇന്നത്തെ യുവതലമുറ ചിന്തിക്കണ്ടേ? ദൈവം വന്ന് അഭിഹിത ഗർഭം ഉണ്ടാക്കി. ഇതൊക്കെ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, യേശുവിനെ 12ാമത്തെ വയസ്സിൽ ശരിക്കും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. 12 വയസ്സായപ്പോൾ മേരിയും കുടുംബവും ഇവിടെ ഒരു 3 ദിവസത്തെ യാത്ര ചെയ്ത് ഒരു ഉത്സവത്തിന് പോകും. ഇത് ബൈബിളിൽ ഉള്ള കാര്യങ്ങളാണ്. പോയിട്ട് ഒരു ദിവസത്തെ യാത്ര തിരിച്ചു പോകുമ്പോൾ ഒരു ദിവസത്തെ യാത്ര കഴിയുന്നവരെ അവർ തിരിഞ്ഞു നോക്കിയില്ല. മകനെ നേരത്തെ തിരക്കിയില്ല. അപ്പോൾ കൂടെയുള്ളവർ നിർബന്ധിക്കുകയാണ്, എന്ത് ചെയ്യുക മകൻ അങ്ങനെ അവസാനം തിരിച്ചു വന്നപ്പോൾ യേശു പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തിരക്കുമെന്ന്. പിന്നീട് യേശുവിൻ്റെ ചരിത്രമേ ഇല്ല. 30ാമത്തെ വയസ്സിൽ യേശു തൻ്റെ പ്രബോധനങ്ങൾ നടത്തുമ്പോഴാണ് പിന്നീട് യേശുവിനെ ആളുകൾ അറിയുന്നത്. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെടുകയാണ്, ഇവൻ എവിടെ നിന്ന് വന്നു, ഇവന് ജ്ഞാനം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭാരതത്തിൽ വന്ന വ്യാപാരികളുടെ കൂടെയോ ബുദ്ധസന്യാസിമാരുടെ കൂടെയോ ഭാരതത്തിലേക്ക് വന്നു. തക്ഷശിലയിലും പഞ്ചാബിലെ തക്ഷശിലയിലും നളന്ദയിലുമൊക്കെ പഠിച്ചു. യോഗിയായി നാദു സമ്പ്രദായത്തിൽപ്പെട്ട യോഗിയായി തീർന്നു എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ യഹൂദ മതത്തിലെ
അശാസ്ത്രീയതയും അന്ധവിശ്വാസ ജടിലമായ ആചാരങ്ങളുമൊക്കെ കണ്ടിട്ട് അദ്ദേഹം പുരോഹിതന്മാരെ പള്ളിയിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. അത് യേശു ഒരു കടന്ന കൈയായിപ്പോയി ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി തെറ്റായിപ്പോയത്. അദ്ദേഹം സമന്വയത്തിൻ്റെ ഭാഷ പിന്നീട് സ്വീകരിച്ചപ്പോഴേക്കും യഹൂദർ അദ്ദേഹത്തെ എതിരായത്. നിങ്ങളുടെ പിതാവ് നുണയനാണ്, ചതിയനാണ്, ആദ്യം മുതൽ കൊലയും കൊള്ളിയുമേ അവൻ ചെയ്തിട്ടുള്ളൂ എന്ന് യഹൂദരോട് യേശു പറയുന്നുണ്ട്. ഇത്രയും കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.